ഈ വീഡിയോയിൽ കൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ് ആണ്. നിങ്ങളിത് കേൾക്കുമ്പോഴത്തേക്കും ഒരു നോട്ട്ബുക്കും ഒരു പെന്നും എടുക്കുക, ജസ്റ്റ് എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വിടുക, പഠിച്ച് പോകാമല്ലോ. ഓക്കെ, പിന്നെ ഈ ചാനൽ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഫ്രീ ആയിട്ട് ട്രേഡിങ് പഠിപ്പിച്ച് തരാൻ വേണ്ടിയാണ്. 5 പൈസ ഞാൻ ആരുടെ കയ്യിൽ നിന്നും മേടിക്കത്തില്ല, ഫ്രീ ആയിട്ട്, എല്ലാം ഫ്രീ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി നമുക്ക് തുടങ്ങാം. ഇതിൽ ഇമ്പോർട്ടൻറ്റ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ യൂസ് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റത്തില്ല. ഇത് ഒരു ചാൻസ് ബസ് മാത്രമാണ്. ഈ ഒരു ക്യാൻഡിൽ വന്നു, അത് യൂസ് ചെയ്ത് ചിലപ്പം പോകാൻ ചാൻസ് കൂടുതലാണ് എന്ന് മാത്രമേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ. വേറെ ചില കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ട്രേഡ് എടുക്കാനായിട്ട്. ഒന്നാമത്താണ് ഹാമർ. ഇതൊരു ചുറ്റിയെ പോലിരിക്കും. ഇതൊരു റിവേഴ്സൽ പാറ്റേൺ ആണ്. റിവേഴ്സൽ പാറ്റേൺസ് എല്ലാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താഴോട്ട് വരുന്ന മാർക്കറ്റ് ഈ പാറ്റേൺ വന്നു കഴിയുമ്പോൾ മേലോട്ട് പോകും. ഈ ഹാമർ ചിലപ്പോൾ റെഡ് ആവാം, ഗ്രീൻ ആവാം. രണ്ടാമത്തതാണ് ഇൻവേർട്ടഡ് ഹാമർ. ഇത് നേരെ തിരിഞ്ഞിരിക്കുന്ന ഹാമറാണ്, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. മൂന്നാമത്തതാണ് ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഒരു റെഡ് ക്യാൻഡിൽ വരുന്നു, അത് കഴിഞ്ഞ് ഒരു ഗ്രീൻ ക്യാൻഡിൽ വരുന്നു. ആ ഗ്രീൻ ക്യാൻഡിൽ ഈ റെഡിൻ്റെ ഷാഡോയിനെക്കാളും വലുതായിരിക്കും. ഇത് റിവേഴ്സൽ ടൈപ്പ് ക്യാൻഡിലാണ്. നാലാമത്താണ് ഡ്രാഗൺ ഫ്ലൈ ഡോജി ക്യാൻഡിൽ. ഇത് റിവേഴ്സൽ ക്യാൻഡിലാണ്. ചെറിയ ബോഡി ആയിരിക്കും, വലിയ ഷാഡോ ആയിരിക്കും. അഞ്ചാമത്തത് മോർണിംഗ് സ്റ്റാർ ആണ്. ഇത് റിവേഴ്സലാണ്. ഇത് ചിലപ്പോൾ റെഡ് ആവാം, ചിലപ്പോൾ ഗ്രീൻ ആവാം. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഒരു വലിയ ക്യാൻഡിൽ വരുന്നു, പിന്നെ ഒരു ചെറിയ ക്യാൻഡിൽ വരുന്നു, പിന്നെ ഒരു വലിയ ക്യാൻഡിൽ വരുന്നു. ഒരു മോർണിംഗ് നൈറ്റ് മോർണിംഗ് പോലെ. ആറാമത്തതാണ് മോർണിംഗ് ഡോജി സ്റ്റാർ. ഇതൊരു അൺഡിസൈഡഡ് ക്യാൻഡിലാണ്. മൂവ്മെൻ്റ് ഒന്നും കാണത്തില്ല, മേളിലോട്ട് പോകത്തില്ല, താഴോട്ടും പോകത്തില്ല, അങ്ങനെ ഒരു സ്റ്റേജിൽ നിൽക്കുന്നതാണ്. പിന്നെ ഇതൊരു റിവേഴ്സൽ പാറ്റേൺ ആണ്. ഏഴാമത്തതാണ് ട്വീസർ ബോട്ടം. ഇതൊരു റിവേഴ്സൽ പാറ്റേൺ ആണ്. ഇതിൻ്റെ ബോട്ടം സെയിം ആയിരിക്കും. ഒരു റെഡ് ക്യാൻഡിൽ വരുന്നു, ആ റെഡ് ക്യാൻഡിലിൻ്റെ സെയിം ഓർ അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടെ വലിയ വലിപ്പമേ ഗ്രീൻ ക്യാൻഡിലിന് കാണത്തുള്ളൂ. ഇതിൻ്റെ ബോട്ടം സെയിം ആയിരിക്കും, വലിയ ക്യാൻഡിലായിരിക്കും. എട്ടാമത്തതാണ് 3 വൈറ്റ് സോൾജർ. ഇത് റിവേഴ്സൽ പാറ്റേൺ ആണ്. ഒരു ഡൗൺ ട്രെൻഡ് കഴിഞ്ഞ് അടുപ്പിച്ച് 3 ചെറിയ ഗ്രീൻ ക്യാൻഡിൽ വരുവാണെങ്കിൽ ആവത്തുള്ളൂ, അല്ലാതെ എപ്പോഴും ഒരു 3 വൈറ്റ് സോൾജർ ആവണമെന്നില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഈ പാർട്ട് ഇവിടെ തീരാണ്. ഇതിൻ്റെ പാർട്ട് 2 ഇറങ്ങുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു തരുന്നതാണല്ലോ. ഓക്കെ, ഇപ്പോൾ തുടങ്ങുന്നത്. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോർട്ട് താഴെ വന്നു, റെസിസ്റ്റൻസ് മുകളിൽ വന്നു, ഒരു ഇങ്ങനെ ക്യാൻഡിൽ ഇങ്ങനെ പോയി ഒരു മിഡിലൊക്കെ ആയപ്പോഴത്തേക്കും ഒരു ഹാമർ വന്നു. ഓക്കെ, ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ മേളിലോട്ട് ഇത് പോവോ താഴോട്ട് ഇത് പോവോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യും. പക്ഷേ അതിലെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും ചാടിക്കയറി ഒന്നും ചെയ്യാൻ പാടില്ല. കാരണം ഇവിടെ റെസിസ്റ്റൻസ് അവിടെ വരുന്നത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല അത് മേലോട്ട് പോവോ താഴോട്ട് പോകുമെന്ന്. ഞാൻ നിങ്ങളോട് തുടക്കത്തിലേ പറഞ്ഞു, ഒരിക്കലും ഈ ക്യാൻഡിൽസ് തന്നെ നോക്കിക്കൊണ്ട് നമ്മൾ ഒരിക്കലും ട്രേഡ് എടുക്കാൻ പാടില്ല. അത് കഴിഞ്ഞ് നമ്മൾ ട്രേഡ് എടുക്കുന്നില്ല. അത് നോർമലായിട്ട് ഇങ്ങനെ ഓടി മേളിലോട്ടൊക്കെ പോയി താഴോട്ട് വന്ന് താഴെ സപ്പോർട്ടിൻ്റെ അവിടെ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തു. ഇപ്പം നിങ്ങൾക്കിത് യൂസ് ചെയ്യാമല്ലോ. സപ്പോർട്ടിൻ്റെ ഒരു അവിടെയാണ് ക്യാൻഡിൽ വന്നേക്കുന്നത്. ഇത് ഹാമറാണ്, റിവേഴ്സൽ പാറ്റേൺ ആണ്. തിരിച്ച് മേളിലോട്ട് പോകും, നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. അത്രേ ഉള്ളൂ സംഭവം. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.